ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് നന്ദന പറയുക, എന്തായാലും അച്ഛനെ ഒന്ന് വിളിക്കാം. അങ്ങനെ രാവിലെ നന്ദന അച്ഛനെ വിളിക്കുന്നുണ്ട്. മോളുടെ ഫോൺ കോൾ കണ്ട് മലവിഴുങ്ങി അനന്തംപിള്ളയ്ക്ക് വലിയ സന്തോഷത്തോടെ അച്ഛനും മോളും ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നു. അച്ഛാ, സംഭവങ്ങളൊക്കെ അച്ഛൻ അറിഞ്ഞല്ലോ, പിന്നെ അച്ഛനെല്ലാം അറിയാതിരിക്കുമോ മോളെ? എനിക്ക് അപ്പോഴപ്പോഴുള്ള മെസ്സേജുകൾ പാസ് ചെയ്യാൻ എത്ര മെസ്സഞ്ചേഴ്സാ എനിക്കിവിടെ ഉള്ളതെന്ന് മോക്കറിയാവോ? സാധാരണ ഇവക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ രാജു ഓടിക്കതച്ച് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. മോള് പറഞ്ഞത് കറക്റ്റാ, അതെനിക്ക് തന്നെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുമുണ്ട്. എന്നിട്ട് എന്താ അച്ഛാ അവളെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞിട്ടും രാജു ഓടിപ്പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ വരാഞ്ഞത്? അതെങ്ങനെ ചെല്ലും മോളെ? വീഡിയോ ലീക്കായതും വൈറലായതും കൊണ്ട് അവനങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെടാൻ പറ്റില്ല മോളെ. ഈ രാജുവല്ലേ വർമ്മയെ ചെരുപ്പ് കൊണ്ട് എറിഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് അവൻ ആ പരിസരത്ത് പോലും അടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ പണി ശരിക്കും ഏറ്റിട്ടുണ്ട് അല്ലേ അച്ഛാ? അനന്തംപിള്ള അഹങ്കാരത്തോടെ പൊട്ടിച്ചിരിച്ചോണ്ട് പറയാം, പിന്നെ ഏൽക്കില്ലേ? അവൻ അങ്ങനെ ഏൽക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഇതൊക്കെ ഒപ്പിച്ച് വെച്ചിരിക്കുന്നത്. മോള് കണ്ടോ, ഇപ്പൊ 2 വീട് നന്നായിട്ട് പുകഞ്ഞെരിയുവാണ്. മോള് നോക്കിക്കോ, ഇനി ഒരിക്കലും ആ കുടുംബങ്ങൾ തമ്മിൽ ചേരില്ല. എൻ്റെ അച്ഛൻ പറ, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? അതാണ് ഇനി അച്ഛൻ പറയാൻ പോകുന്നു. ഇനി മോള് പതുക്കെ നിന്റെ യഥാർത്ഥ സ്വരൂപം എടുക്കണം. മോൾ ആരാണെന്നൊക്കെ ഇനി അമ്പിയെ അറിയിക്കേണ്ട നേരമായി. അച്ഛാ, അപ്പൊ ഞാൻ പതുക്കെ തുടങ്ങിക്കോട്ടെ? തുടങ്ങിക്കോ മോളെ. അങ്ങനെ അനന്തംപിള്ള മോക്ക് ഓൾ ദി ബെസ്റ്റ് ഒക്കെ കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട്. ബ്രോക്കർ രാമകൃഷ്ണൻ വേണുവേട്ടനെ കാണാൻ വന്നിരിക്കുവാണ്. പ്രിയ വന്നിട്ട് ചോദിക്കുന്നു, ആരാ? അയ്യോ, ഞാൻ ബ്രോക്കർ രാമകൃഷ്ണനാ, വേണുവേട്ടനുണ്ടോ? ഒന്ന് വിളിക്ക്. അപ്പോഴങ്ങോട്ട് വേണുവേട്ടൻ രാജുവും വരുന്നുണ്ട്. അവർ പരസ്പരം സംസാരിക്കുവാണ്. ഇവിടെ നിന്ന് കാലുവാരുന്ന പണിയാണല്ലോ നമ്മുടെ പ്രിയക്കുള്ളത്. പ്രിയ ഓടി വന്ന് ജയനോട് പറയാം, ചേട്ടാ ഒന്ന് എളുപ്പം അങ്ങോട്ട് ചെല്ല്. എന്താടി? അത്രയും പറയുമ്പോഴത്തേക്കും രാധമ്മ അങ്ങോട്ട് വന്നിട്ട് രാധമ്മ പറയാം, അവിടെ വേണുവേട്ടൻ വീടിൻ്റെയും പറമ്പിൻ്റെയും കച്ചവടം ഉറപ്പിക്കുക. അതുകൊണ്ട് ജയ, നീയും കൂടെ അങ്ങോട്ട് ചെല്ല്. ചിലപ്പോൾ അച്ഛൻ കള്ളക്കളി കളിച്ച് നിന്നെ പറ്റിച്ചാലോ എന്ന് പ്രിയയ്ക്കൊരു പേടി. കരഞ്ഞുകൊണ്ടാണ് രാധമ്മ പ്രിയയെ നോക്കിയത് പറയുന്നത്. ഞാനുടനെ പറയാം, അമ്മേ എനിക്ക് പേടിയൊന്നുമില്ല. മോനെ, നിനക്ക് പേടി ഉണ്ടാവില്ല, കാരണം നീ ഞങ്ങളുടെ മകനല്ലല്ലോ. എന്താ മകൾക്ക് ആ മാതാപിതാക്കളെ പേടി? പ്രിയ പെട്ടെന്നൊരഫനെ, അമ്മ വെറുതെ എന്നെ സംശയിക്കുക. ബ്രോക്കർക്ക് ചായയോ മറ്റോ കൊടുക്കണോന്ന് ഞാൻ ജയേട്ടനോടൊന്ന് ചോദിക്കാമെന്നാ. അത് കള്ളമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ആ ശരി മോളെ എന്നിങ്ങനെ രാധമ്മ അർത്ഥം വെച്ച് പറയുന്നുണ്ട്. മനസ്സ് നൊന്ത് രാധമ്മ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ പ്രിയ ഉടനെ ജയനോട് പറയാം, ഈ അമ്മയുടെ അടുത്ത് നമ്മുടെ വിളച്ചിൽ ഒന്നും നടക്കില്ല, ജയേട്ടൻ അങ്ങോട്ടൊന്ന് ചെന്നേ. ബ്രോക്കർ പറയുന്നുണ്ട്, ഇപ്പം പണ്ടത്തെ പോലെ വസ്തു കച്ചവടം ഒന്നും നടക്കുന്നില്ല വേണുവേട്ട. ഇപ്പോഴാണേ പണ്ടത്തെ പോലെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഒന്നും പറ്റിക്കാനും പറ്റത്തില്ല. വളരെ വിഷമത്തോടെയാണ് വേണുവേട്ടൻ പറഞ്ഞത്. രാമകൃഷ്ണ, ബ്രോക്കർ എന്ന നിലയ്ക്ക് നീ വില പറയല്ലേടാ. സത്യമല്ല, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, കാശിന് ഞങ്ങൾക്ക് വളരെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നീ ഇത് വെച്ച് മുതലെടുക്കല്ലേ. അയ്യോ, നമ്മൾ തമ്മിൽ ഇന്നോ ഇന്നലെ കാണാൻ തുടങ്ങിയതല്ലല്ലോ വേണുവേട്ട. കറക്റ്റ് വില ഞാൻ പറയാം, ബാർഗെയിൻ ഒന്നുമില്ല. സെന്റിന് 2.5 വെച്ച് ഞാൻ എടുത്തോളാം. ഈ വീട് ഉൾപ്പെടെ 35 ലക്ഷം രൊക്കം കാശ് തരാം. സമ്മതിച്ചാൽ നാളെ രജിസ്ട്രേഷൻ നടത്താം. വേണുവേട്ടൻ രാജുവിനെ നോക്കുന്നു. രാജു സമ്മതിക്കാനും കാണിക്കുന്നുണ്ട്. വലിയ സന്തോഷത്തോടെ ജയൻ ഇങ്ങനെ നോക്കി നിൽക്കുക. എന്ത് ചെയ്യാനാ രാമകൃഷ്ണ, ഞങ്ങൾക്കിപ്പോൾ സമ്മതിക്കാതിരിക്കാൻ മാർഗവുമില്ലല്ലോ. അപ്പോൾ നാളെ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് അതിൻ്റെ അഡ്വാൻസിൻ്റെ കാര്യമൊന്നും ആവശ്യമില്ല. എന്നാലും ഒരു ഉറപ്പിന് ഇതിരിക്കട്ടെ എന്നും പറഞ്ഞ് കുറച്ച് നോട്ട് കെട്ടാണെന്ന് തോന്നുന്നു. അത് പേപ്പറിൽ പൊതിഞ്ഞത് അങ്ങനെ വേണുവേട്ടൻ്റെ കയ്യിലോട്ട് കൊടുക്കുവാണ്. ആധാരത്തിൻ്റെ കോപ്പി വേണുവേട്ടൻ എനിക്ക് നേരത്തെ തന്നതാണല്ലോ, അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ എഴുതിക്കാൻ കൊടുക്കട്ടെ, ഞാൻ ഇറങ്ങുവാണ് എന്നും പറഞ്ഞാൽ ബ്രോക്കർ അങ്ങ് പോയി. രാധമ്മയും പ്രിയയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. രാധമ്മ സങ്കടത്തോടെ വേണുവേട്ടാന്ന് വിളിക്കുന്നു. വീട് കച്ചവടം ആയിടി രാധമ്മേ, 35 ലക്ഷത്തിന്. ഇനി ഇത് വീതിക്കണമല്ലോ രാധമ്മേ. അപ്പോൾ പെട്ടെന്ന് ജയൻ ചാടിക്കേറി പറയാം, എനിക്കെന്തായാലും 20 കിട്ടണം, എങ്കിലേ വീടിൻ്റെ പണിയൊക്കെ പൂർത്തിയാകത്തുള്ളൂ. രാജു അങ്ങ് ഞെട്ടിപ്പോയത് കേട്ട് പ്രിയ വലിയ സന്തോഷത്തോടെ ജയനെ ഇങ്ങനെ നോക്കുക. രാജു സങ്കടത്തോടെ പറയാം, കൊടുത്തേക്കച്ചാ, ചേച്ചിക്ക് വളിയൻ ഒരു വീടെങ്കിലും ഉണ്ടായിക്കോട്ടെ. നനഞ്ഞടം കുഴിക്കാൻ പ്രിയ മിടുക്കിയാണ്. അവൾ അങ്ങനെ ജയനെ കൊണ്ട് കാര്യം സാധിച്ച് ഭയങ്കര സന്തോഷത്തോടെ 2 പേരും അകത്തോട്ടങ്ങ് പോവുക. സങ്കടത്തോടെ വേണുവേട്ടനും രാധമ്മ ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുക. അച്ഛൻ്റെ പെർമിഷൻ കിട്ടിയാലോ ഇനി തനി സ്വഭാവം വറുത്തെടുക്കാൻ. അങ്ങനെ നന്ദന വലിയ ഗമയിൽ ഒരു കപ്പ് കോഫിയൊക്കെ ആയിട്ട് സോഫയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അവൻ മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് യാമിനിയെ വിളിക്കുന്നു. യാമിനി, ഒരു കോഫി എടുക്ക്. യാമിനി മനസ്സിൽ വിചാരിക്കും, ചേടാ ആ നെറുകെട്ട പെണ്ണ് പ്രതാപേട്ടൻ അപ്പോൾ കോഫി കൊടുത്തില്ലല്ലോ. പ്രതാപൻ പറയാം, ഒരു കപ്പ് കോഫി വേണമെങ്കിൽ വിളിച്ച് ചോദിക്കേണ്ട അവസ്ഥയായി. സോറി പ്രതാപേട്ട, കല്യാണം കഴിഞ്ഞു വന്നപ്പോൾ നന്ദന പറഞ്ഞതാ അവളുടെ വല്യമ്മാവനും അവളുടെ അമ്മയ്ക്കും ദീപുവിനും അവളാണ് ഇനി മുതൽ കോഫി കൊടുക്കുന്നതെന്ന്. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവൾ അവിടെ നിന്ന് കോഫി കുടിക്കുക. ഞാൻ കരുതി പ്രതാപേട്ട അവൾ തന്നിട്ടുണ്ടാവുമെന്ന്. പ്രതാപൻ പറയാം, അന്ന് അവൾ പുത്തനച്ചിയല്ലായിരുന്നു, അപ്പോഴങ്ങനൊക്കെ പറയും.
ഇന്ന് അങ്ങനെ അല്ലല്ലോ യാമിനി. അയ്യോ അതിനെന്താ, ഞാൻ ഇപ്പോൾ എടുത്തിട്ട് വരാൻ പ്രതാപേട്ട. അങ്ങനെ യാമിനി കൊണ്ടുവന്ന് കോഫി കൊടുക്കുന്നതൊക്കെ അഹങ്കാരത്തോടെ നന്ദനെ ഇങ്ങനെ നോക്കി കാണുന്നുണ്ട്. യാമിനിയാണെങ്കിൽ ദേഷ്യത്തോടെ നന്ദനെ അടുത്തോട്ട് ചെല്ലുമ്പോൾ നന്ദന ദേഷ്യത്തിൽ തന്നെ യാമിനിയോട് ചോദിക്കും, എന്താ നിങ്ങൾ എന്നെ സ്കാൻ ചെയ്യുവാണോ? നീ എന്താ എന്നെ പ്രതാപേട്ടന് കോഫി കൊടുക്കാഞ്ഞ്? പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കിച്ചണിൽ വന്ന് നീ എന്നും ചെയ്യുന്ന ജോലികൾ മുടക്കമില്ലാതെ ചെയ്യണമെന്നാ പറഞ്ഞത്. ഇന്ന് എന്താ പ്രതാപേട്ടന് ബെഡ് കോഫി കൊടുക്കാഞ്ഞ് എന്താന്നാ ചോദിച്ചത്? പെട്ടെന്ന് ചാടി എഴുന്നിട്ട് അവള് പറയാ, എനിക്ക് കൊടുക്കാൻ സൗകര്യമില്ല, ഞാനിവിടുത്തെ സെർവൻ്റ് ഒന്നുമല്ല, മൈൻഡ് ഇറ്റ്. ഇപ്പോൾ ഋതിയെ അങ്ങോട്ട് വരുന്നു. ഋതിയെ കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യാതെ അവളിങ്ങനെ നടന്നു പോവുക. യാമിനി പറയാം, ഞാൻ കരുതിയതുപോലെ തന്നെ ഇവളിപ്പോൾ അവിടെ തനി നിറം പുറത്തെടുത്തിരിക്കുക. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, മോൾ അവളെ താക്കീത് ചെയ്യണം. എനിക്ക് അതിനുള്ള മൂടൊന്നും ഇല്ല ചെറിയമ്മേ. എനിക്കറിയാം മോളെ, മനസ്സ് നിറയെ ആ പാവത്തിൻ്റെ മുഖമാണല്ലേ. കരഞ്ഞു കലങ്ങിയ കണ്ണോടുകൂടി അവനിവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ആവിട്ട വാക്കും കൈവിട്ട ആയുധവും പിന്നീട് ഒരിക്കലും തിരിച്ചെടുക്കാനാവില്ല മോളെ. ഒരു ജന്മം മുഴുവൻ കരഞ്ഞാലും ആ പാവം കഴുകിക്കളയാൻ പറ്റില്ല മോളെ എന്ന് പറഞ്ഞിട്ട് യാമിനി അങ്ങ് പോയി. സങ്കടത്തോടെ ഋതിക ആ സോഫയിൽ ഇരുന്നിട്ട് അന്ന് നടന്ന സംഭവം ഓർക്കുക. എനിക്ക് എൻ്റെ അച്ഛനെ മതി, എനിക്ക് രാജുവിനെ വേണ്ട. രാജു അങ്ങനെ മുംബൈക്ക് പോകാനുള്ള ഒരുക്കങ്ങളാണ്. സാധനങ്ങളൊക്കെ പെറുക്കി വെക്കുന്നു. വേണുവേട്ടൻ അടുത്ത് വന്നിട്ട് ഷർട്ടും മുണ്ടും ഒക്കെ എടുത്തു വെക്കാനും ഒക്കെ പറയുന്നുണ്ട്. മോനെ പാസ്പോർട്ട് എടുത്ത് വെച്ചല്ലോ, മുംബൈക്ക് പാസ്പോർട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നാലും വെക്കണേ എന്നൊക്കെ പറയുന്നുണ്ട്. വേണ്ടച്ചാ, ഡോക്യുമെൻസിൽ പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ല. അമ്മേ അതൊക്കെ രാജുവിനോട് ചോദിച്ചിട്ട് മതി എന്നിങ്ങനെ പ്രിയ ഒച്ച വെക്കുന്നുണ്ട്. രാധമ്മയും പ്രിയയും കൂടെ അങ്ങോട്ട് വരുമ്പോൾ, എന്താ ചേച്ചി, അമ്മ നിനക്ക് കൊണ്ടുപോകാൻ എന്തൊക്കെയോ പലഹാരം ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. അയ്യോ എൻ്റെ അമ്മേ, അവലൂസുണ്ടയും പക്കാവടയും മുറുക്കും അച്ചപ്പവും ഉപ്പുമാങ്ങയും ഒന്നും അങ്ങോട്ട് തന്നുവിടല്ലേ. ഇതൊക്കെ കളയാൻ ഞാൻ വല്ലാതെ കഷ്ടപ്പെടും. വേസ്റ്റൊക്കെ വലിച്ചു വിലയിടത്തോട്ട് എറിഞ്ഞാലേ പോലീസ് എന്നെ പിടിക്കുകയും ചെയ്യും. രാധമ്മയ്ക്കാന്നേ കരച്ചിലൊരു. അല്ല മോനെ, മോൻ ബോംബെ ചെന്നിട്ട് അമ്മേ അവിടെ ട്രെയിനിങ് ആണ് 15 ദിവസം. അത് കഴിഞ്ഞ് സാർ എനിക്ക് വിസ എടുക്കും. അവിടുന്ന് ഞാൻ പിന്നെ ഗൾഫിലോട്ട് പോകുന്നത്. സൗദിയിലും ഒമാനിലും UAE ഒക്കെ അദ്ദേഹത്തിന് കൺസ്ട്രക്ഷൻ സൈറ്റുകളുണ്ട്. എങ്ങോട്ടാണ് എന്നെ അയക്കുന്നത് തന്നെ എനിക്ക് ട്രെയിനിങ്ങിനിടയിലേ അറിയാൻ പറ്റൂ. അതുകൊണ്ട് ഈ വക മധുരപലഹാരങ്ങളൊന്നും എൻ്റെ പൊന്നമ്മേ വെക്കല്ലേ. പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന രാധമ്മയെ നോക്കി വേണുവേട്ടൻ പറയാം, എന്തിനാണ് ഈ രാധമ്മ ഇതിൽ കൂടുതലൊരു മധുരപലഹാരം? നിന്റെ സ്നേഹം മുഴുവൻ നീ ഇവന് കൊടുത്തല്ലേ അയക്കുന്നത്. ഇങ്ങിപ്പൊട്ടി കരയുന്ന രാധമ്മയെ രാജു ചേർത്ത് വെച്ച് ഉമ്മ കൊടുത്ത് സമാധാനിപ്പിക്കുന്നുണ്ട്. എൻ്റെ അമ്മ ഇങ്ങനെ കരയല്ലേ അമ്മേ എന്നും പറഞ്ഞ് എല്ലാവരും സങ്കടത്തോടെ നിൽക്കുക. ഈ സമയം കണ്ട പ്രതാപൻ്റെ വീട്ടിൽ നന്ദനയുടെ വേഷങ്ങളൊക്കെ അങ്ങോട്ട് മാറി വളരെ മോഡേൺ ഡ്രസ്സിൽ നന്ദന ഇങ്ങനെ അഹങ്കാരത്തോടെ നിൽക്കുവാണ്. കണ്ണാടി മുന്നിൽ നിന്ന് അവൾ നോക്കിയിട്ട് പറയാം, പാവം നന്ദനയുടെ ആ റോൾ കഴിഞ്ഞു. ഇനി ഈ നന്ദന പിള്ളയുടെ മറ്റൊരു ഭാവം ഇവിടെ ഉള്ളവർ കാണാൻ പോവുകയാണ്. എൻ്റെ ശരിക്കുമുള്ള സ്വഭാവം. ഇതൊന്നും അറിയാതെ പ്രതാപനും അംബികയും ദീപക്കും തൻ്റെ യാമിനിയും ഋതിയും എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ വന്ന് എന്തൊക്കെയോ പ്രതാപനോട് സംസാരിക്കുന്നുണ്ട്. പ്രതാപൻ ചോദിക്കും, ഇപ്പൊ ഇത് എവിടൊക്കെയാ പ്രകടനം നടക്കുന്നത്? ഇപ്പോൾ ശാസ്ത്രീയ റോഡ് മുതൽ പാർട്ടി ഓഫീസ് വരെയാണ്. വമ്പിച്ച ജനക്കൂട്ടമുണ്ട്. അംബിക ചോദിക്കും, അല്ല എന്തൊക്കെയാ അവരുടെ മുദ്രാവാക്യങ്ങൾ? പാർട്ടിയെ മുഴുവൻ നാണം കെടുത്താതെ വർമ്മ സാറ് പെട്ടെന്ന് തന്നെ പ്രസിഡന്റ് സ്ഥാനം ഒഴിയണമെന്ന്. അത് കേട്ടിട്ട് ഋതിയ പറയാ, എൻ്റെ അച്ഛനെ നാണം കെടുത്താനും എന്നെ ജയിലിലാക്കാനും വേണ്ടി ആരോ കളിക്കുന്ന കളികളാണിതൊക്കെ. കിട്ടിയ സന്ദർഭം മുതലെടുക്കാനായിട്ട് അംബിക പറയാം, പാമ്പിനെ അല്ലേ നോവിച്ചു വിട്ടെ ആ രാജുവിനെ. മോനെ പ്രതാപ, ഇനി അവനും അവൻ്റെ സഹായികളും കൂടി ചേർന്ന് ചെയ്യുന്നതാണെങ്കിലോ? അവന് ഋതികയുടെ ചെവിയിൽ പറയാം, ഇതിനുള്ള മറുപടി മോള് പറയുന്നോ അതോ ഞാൻ പറയണോ? വേണ്ട ചെറിയമ്മേ, ഞാൻ തന്നെ പറയാം. രാജുവായിട്ട് എനിക്കും അച്ഛനും ഇപ്പൊ യാതൊരു ബന്ധവും ഇല്ലായിരിക്കാം. പക്ഷെ ഇത്രയ്ക്കും കൾച്ചർലെസ് ആയ പരിപാടികളൊന്നും രാജുവോ രാജുവിന്റെ വീട്ടുകാരോ ചെയ്യില്ല. അവൻ അംബികയോട് പറയുന്നു, സംശയത്തിന്റെ പേരിൽ ആരെയും കുറ്റപ്പെടുത്തരുത്. ഞാനൊരു പൊളിറ്റീഷ്യനാണ്, അപ്പൊ പല ശത്രുക്കളും എനിക്ക് ഉണ്ടായിരിക്കും. അതിപ്പോ ആരൊക്കെയാണെന്ന് അറിയാനോ പറയാനോ പറ്റില്ല. പ്രതാപൻ വന്നാളിനോട് ചോദിക്കുന്നു, അനിഷ്ട സംഭവങ്ങളായി എന്തെങ്കിലും ഉണ്ടായോ? സാറിനോട് നന്ദിയും കൂറുള്ള കുറേ ആൾക്കാരൊക്കെ ഞങ്ങളോടൊപ്പം ഉണ്ടല്ലോ. സാറിനെ ചീത്ത വിളിച്ചാൽ ഞങ്ങൾ ആരും സഹിക്കില്ല. വേണ്ട, പ്രകോപനമായ പരിപാടികളൊന്നും നിങ്ങൾ ചെയ്യല്ലേ. നിങ്ങൾ ശാന്തരായിട്ട് നിൽക്കണം. എന്നെ ചീത്ത പറയുന്നവർക്കൊരു സുഖം കിട്ടുന്നെങ്കിൽ അങ്ങ് കിട്ടിക്കോട്ടെ. രാഷ്ട്രീയക്കാർക്കൊന്നും ഇതൊന്നും ഒരു പുതിയ അനുഭവമല്ലല്ലോ. എന്നാൽ ഇനി പ്രകാശം പൊയ്ക്കൂ. അപ്പോൾ വന്ന ആൾ പ്രകാശനാണ്. അവൻ അങ്ങ് എഴുന്നേറ്റ് പോയി. അങ്ങനെ അവിടുത്തെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അംബിക നണ്ട മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ നന്ദനയുടെ ആ പുതിയ അവതാര രൂപം കണ്ട് അംബിക ഇങ്ങനെ ഞെട്ടി വരച്ച് നോക്കി നിൽക്കുക. മോഡേൺ ഡ്രസ്സിൽ ചെത്ത് വേഷത്തിൽ നിൽക്കുന്ന നന്ദന. വലിയ അധികാര ഭാഗത്തിൽ അംബിക, നിക്കടി അവിടെ. ആണ്ട മരുമകളുടെ തനി ഗുണം പുറത്തെടുത്ത്, എടിയല്ല നന്ദന, അങ്ങനെ വേണം വിളിക്കാൻ. എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നന്ദന പിള്ള, അതാണ് എൻ്റെ പേര്. നീ ഏത് പിള്ളയായാലും എനിക്കെന്താ, ഇവിടെ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എടി, ഇത് അന്തസ്സോ അഭിജാത്യവും കുലമഹിമയുള്ള തറവാടാ.
ഒരു പരിഹാസവും കളിയാക്കി ചിരിയോടെ നന്ദന ചോദിക്കുക, എന്തോന്ന് മഹിമ? അപ്പോൾ അംബിക പറ, കുലമഹിമ. അപ്പോൾ പിന്നെ കുലമഹിമ, നിങ്ങൾ സൂര്യമംഗലം കോവിലകത്തെ പശുവിന് വൈക്കോൽ കൊടുക്കുകയും ആണകം വാരുന്ന സ്ത്രീയാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിട്ടാ ഒരു കുലമഹിമ. അംബിക അങ്ങ് ഞെട്ടിപ്പോയി. മുന്നിൽ നിൽക്കുന്നത് പാവം പിടിച്ച് വിറച്ചു നിന്ന നന്ദന തന്നാണോ ഇത്? മതിയടി, ഈ തറവാടിനൊരു സംസ്കാരം ഉണ്ടെന്നാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. അതൊക്കെ ഇവിടെ നീ പാലിക്കണം. ഇത്തരം വേഷങ്ങളൊന്നും ഇട്ടുകൊണ്ട് ഇവിടെ നടക്കാൻ പാടില്ല. എന്നാലേ ഇതിനുള്ള മറുപടി എൻ്റെ ഭർത്താവാണെന്നും പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്ന ആ കോന്തനില്ലേ, അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളോടുകൂടി പറയാൻ എനിക്ക് സൗകര്യമില്ല. ശബ്ദം ഉയർത്തി സംസാരിക്കാതെടി, അതൊന്നും ഈ വീട്ടിൽ പറ്റില്ല. എന്താ ഉറക്കെ സംസാരിച്ചാൽ നിങ്ങളുടെ വിരട്ടയ്ക്ക് അങ്ങ് ഹൃദയയുടെ അടുത്ത് മതി, എന്നോട് വേണ്ട. ഞാനേ അനന്തംപിള്ളയുടെ മോള, അത് മാത്രമല്ല ഇപ്പൊ ഈ കുടുംബത്തിന്റെ അവകാശിയുടെ. അംബികയുടെ തലമണ്ടയിലോട്ടൊരു ബോംബ് പോണത് പോലെ അംബികയ്ക്ക് തോന്നുക. ഈ തറവാട്ടിൽ ആരൊക്കെ എങ്ങനെ ജീവിക്കണമെന്ന് ഇനി ഞാൻ തീരുമാനിക്കും. അതുകൂടി നന്ദന പറഞ്ഞു കഴിഞ്ഞപ്പോൾ അംബിക നിൽക്കുന്നത് എങ്ങോട്ടാണെന്ന് പോലും അംബികയ്ക്ക് അറിയില്ല. ഇത് ഭൂമി തന്നെയാണോ പാതാളമാണോ തുരങ്കമാണോ എന്നറിയാതെ അംബിക ഇങ്ങനെ വിറച്ച് നിൽക്കുന്നുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചിട്ട് നന്ദന ഇങ്ങനെ അഹങ്കാരത്തോടെ കൂലിങ്ങി വിറച്ച് സ്റ്റെപ്പിൽ കൂടി ഇങ്ങനെ വരുന്നുണ്ട്. അംബികയുടെ തലയിൽ ഇടുത്തി വീണ് അംബിക ഇങ്ങനെ ഞെട്ടുവാണ്. ഈ ദൈവമേ, ചെയ്തതെല്ലാം അബദ്ധമായി പോയോ? നന്ദനെ അങ്ങനെ നേരെ വന്നിരിക്കുന്ന അച്ഛനെ കാണാൻ. അച്ഛൻ ചോദിക്കുന്നു, മോളെന്താ ഓർക്കാപ്പുറത്ത് ഇങ്ങനെ അച്ഛനെ കാണാൻ വന്നത്? എൻ്റെ അച്ഛന് വളരെ സന്തോഷമുള്ള ഒരു കാര്യം കാണിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ മോളെ? അച്ഛനെ നോക്ക്, ആ വീടും സ്വത്തുക്കളും എല്ലാം എൻ്റെ പേരിലോട്ട് എഴുതി വെച്ച ആധാരം, പ്രോപ്പർട്ടീസ് ഡോക്യുമെന്റ്സ് ആച്ചാ ഇത്. അങ്ങനെ എന്നോട് മത്സരിച്ച് എന്നെ തോൽപ്പിക്കാൻ വന്ന പ്രതാപവർമ്മയും മകളെയും ഞാനും എൻ്റെ മകളും കൂടി ചേർന്ന് കുത്തുവാളയെടുപ്പിച്ചു. കൺഗ്രാജുലേഷൻ മോളെ, എനിക്ക് ചെയ്യാൻ പറ്റാതെ പോയത് എൻ്റെ പൊന്നുമോൾ ചെയ്തു. കൊണ്ടുപോയി മോള് സേഫായി മോളുടെ റൂമിലെ ലോക്കറിൽ വെക്കണം. ഇന്ന് ഈ അനന്തംപിള്ള മനസമാധാനത്തോടുകൂടി ഒന്ന് ഉറങ്ങും. അതിന്റെ കാരണം എൻ്റെ ആജന്മ ശത്രുവിന്റെ പരാജയം ഉറപ്പായി. രാജുവിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഹൃതികയുടെ അടുത്തോട്ട് യാമിനി ചെന്നിട്ട് പറയുന്നു, പൊന്നുമോളെ, നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാതെ എങ്ങനെയെങ്കിലും ഒന്ന് സമാധാനം കണ്ടെത്താൻ ശ്രമിക്കും. എങ്ങനെയാ ചെറിയമ്മ? ഏത് തരത്തിലാണ് എനിക്ക് സമാധാനം? എനിക്ക് എൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സമാധാനം കിട്ടിയിട്ടുണ്ടോ? ഒടുവിൽ ഞാൻ വന്ന അംബികയുടെ ട്രാപ്പിലും പെട്ടു. അതിന് അംബികയ്ക്കുള്ള പ്രതിഫലം നാണ്ട മരുമോളുടെ കയ്യിൽ നിന്ന് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ആ പെണ്ണുപോയ പോക്ക് മോള് കണ്ടോ? അംബികയെ വിറപ്പിച്ചിട്ട് അവള് പോയത്. ചെറിയമ്മ, അവള് പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ലേ? ഇല്ല മോളെ, എപ്പോൾ പോയത് അവളിടുന്ന്? മോളെ, എനിക്ക് തോന്നുന്നത് ഈ ദിവസങ്ങൾ കൊണ്ട് അവൾ ശരിക്കും അംബികയുടെ സ്വഭാവം പഠിച്ചെന്ന്. ചിലപ്പോൾ അംബികയെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി അവൾ വേഷം കെട്ടി അഭിനയിക്കുവാണോ? ഇതങ്ങനെയല്ല ചെറിയമ്മേ. ആക്ടിങ് ആണെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നു. ഇതായിരിക്കും ശരിയമ്മേ അവളുടെ യഥാർത്ഥ സ്വഭാവം. നമ്മളാരും വിചാരിക്കുന്ന ആളല്ല അവള്. അവളൊരു പാവമാണെന്ന് നമ്മളുടെ മുന്നിൽ ആക്ട് ചെയ്ത് കാണിക്കുവാണ് അവൾ ചെയ്തത്. നമ്മളെ ഉറപ്പിച്ചോ, മിക്കവാറും അംബികയുടെ അന്ത്യം അവിടെ കൈകൊണ്ട് തന്നെ ആയിരിക്കും. വിഷമത്തോടിരിക്കുന്ന പ്രതാപന്റെ അടുത്തോട്ട് ചെന്നിട്ട് യാമിനി ചോദിക്കുന്നു, പ്രതാപേട്ടാ, ചായയോ കോഫിയോ വല്ലതും വേണം? ഒന്നും വേണ്ട യാമിനി, ചേച്ചിയും ദീപക്കിനെ ഇങ്ങോട്ടൊന്ന് വിളിച്ച്. അപ്പോൾ തന്നെ അംബികയും ദീപക്കും അങ്ങോട്ട് വരുന്നു, ഹൃതിയെ അങ്ങോട്ട് വരുന്നുണ്ട്. എടാ, രാവിലെ ഇവിടുന്ന് മദാമയെ പോലെ ഇറങ്ങിപ്പോയ നിന്റെ ഭാര്യ വന്നോടാ? അമ്മയും മകനും മൗനിച്ചിങ്ങനെ കുനിഞ്ഞു നിൽക്കുക. എടാ, ചോദിച്ചതിന് മറുപടി ഇല്ലേന്ന്. അവൾ വന്നോന്നാ നിന്നോട് ചോദിച്ചത്. സമയം ഇപ്പോൾ 8:30 കഴിഞ്ഞ്. എന്നിട്ട് എന്താടാ അവൾ തിരിച്ചു വരാത്തത്? എന്താടാ ചോദിച്ചിട്ട് മറുപടി പറയാതെ ഇങ്ങനെ നിൽക്കുന്നു? അതോ ഇനി നീയും അവളും തമ്മിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ? അല്ല, ഞാൻ ചോദിച്ചതേ, ഒരു വീട്ടിലും അരങ്ങേറാത്ത നാടകമാണ് ഈ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ അനന്തംപിള്ളയുടെ ഭാര്യയും മകളും കൂടെ അഭയം ചോദിച്ചുകൊണ്ട് ഇവിടെ കയറി വരുന്നു. പാവപ്പെട്ടവരാണല്ലോ എന്ന് കരുതി എനിക്ക് അവരോട് കരുണ തോന്നി. ഹൃതിക ശക്തമായിട്ട് എതിർത്തിട്ട് പോലും ഞാൻ നിന്റെയും ചേച്ചിയുടെയും ആഗ്രഹപ്രകാരം കല്യാണം നടത്തി തന്നു. നാണം കുണുങ്ങി നടന്നവൾ പെട്ടെന്ന് അഹങ്കാരിയാകുന്നു. നാടൻ പെണ്ണിനെ പോലെ വേഷം ധരിച്ചവൾ പെട്ടെന്ന് അങ്ങ് ബ്രിട്ടീഷുകാരിയായി. അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുക, എന്തായി മാറ്റത്തിന്റെ പിന്നിലെ കാരണം? യാമിനി പറയാം, ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുമ്പോൾ ഇവിടെ പലർക്കും പിടിക്കത്തില്ലല്ലോ ചേട്ടാ. ആ കുട്ടിയുടെ രീതികളിൽ എനിക്ക് ആദ്യം മുതലേ സംശയം ഉണ്ടായിരുന്നു. അതൊക്കെ തുറന്നു പറഞ്ഞാൽ ഞാൻ ശത്രുവാകും. അക്കിടി പറ്റിയ കാര്യം പ്രതാപനോട് പറയാൻ പറ്റുമോ? അംബിക പറയാം, ഞാൻ എന്ത് ചെയ്യാനാ? നിന്നെപ്പോലെ ഞാനും വിചാരിച്ചത് ആ കുട്ടി ഒരു പാവമാണെന്ന്. എലിയെപ്പോലെ നടന്നവളൊക്കെ പെട്ടെന്ന് പുലിയെപ്പോലെ ആകുമെന്ന് ആരെങ്കിലും കരുതിയോ? പ്രതാപം പറയാം, അവളെ പുറത്തൊക്കെ അറിയപ്പെടുന്നത് എന്താണെന്നറിയോ? അനന്തംപിള്ളയുടെ മകളായിട്ടല്ല, പ്രതാപവർമ്മയുടെ അനന്തരവന്റെ ഭാര്യയായിട്ടാ. ഇതൊക്കെ എനിക്കെന്ത് നാണക്കേടാന്ന് നിങ്ങൾക്ക് വല്ലവർക്കും അറിയാവോ? എങ്ങനെ അച്ഛനോടുണ്ടായ സംഭവങ്ങളൊക്കെ പറയും. ഒന്നും പറയാൻ വയ്യാതെ വിഷമിച്ച് ഹൃതിക നിൽക്കുക. പ്രതാപൻ ചോദിക്കുന്നു, മോളെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഒന്നുമില്ലച്ച. എന്ത് ചെയ്യാനേ, എനിക്ക് ഒരു സ്വസ്ഥതയില്ല. ഒരു വശത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രശ്നമാണ്. ഇവിടെയാണെങ്കിൽ കുടുംബത്തിൽ സമാധാനവും ഇല്ല. ചെയ്തു വെച്ച മണ്ടത്തരമല്ലോ പ്രതാപനോട് പറയാൻ പറ്റൂ. അംബിക പെട്ടെന്ന് ദീപക്കിനോട്, എടാ നീ ഇങ്ങോട്ടൊന്ന് വന്നേ, അവൾ എവിടെട്ടാ പോയി നിനക്ക് വല്ലതും അറിയോ? എനിക്കറിയില്ല. എടാ, ഭാര്യ മയക്കി കയ്യിലെടുക്കാൻ നിനക്ക് വയ്യേ? അമ്മ, അവൾ അത്തരം പെണ്ണൊന്നും അല്ലമ്മേ. ഇതിപ്പോ വലിയൊരു കുരിശായി പോയല്ലോടാ. അമ്മയ്ക്കും മോനും അക്കിടി പറ്റിയതോർത്തിങ്ങനെ വിഷമിച്ചവരെ നിൽക്കുന്നത് ഹൃതിക വന്നു നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ചുമ്മാതാണോ പറയുന്നത് പൊട്ടനെ ചെട്ടി ചതിച്ച ചെട്ടിയെ ദൈവം ചതിക്കുമെന്ന്? അംബികയുടെ ഈ അഹങ്കാരത്തിനും അംബിക ചെയ്തു വെച്ച കൊടും ക്രൂരതകൾക്കുള്ള തിരിച്ചടി അംബികയ്ക്ക് തുടങ്ങിക്കഴിഞ്ഞു.
പാവം പത്മാവതി അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, പെണ്ണിൻ്റെ കണ്ണുനീര് വീണ ദ്വാരകയാണേലും അത് കടലെടുത്തുകൊണ്ട് പോകുന്നു. അതുതന്നെയാണ് അവിടെ നടക്കാൻ പോകുന്നത്. ഈ മലവിഴുങ്ങി അനന്തംപിള്ളയും മോളും ചേർന്ന് ഇവിടെ നടത്തിയ നാടകങ്ങളും അങ്ങനെ രാജുവിനെ പുറത്താക്കപ്പെട്ടതും എല്ലാം പ്രതാപൻ തന്നെ കണ്ടുപിടിക്കുമോ? ഇനി എങ്ങനെയായിരിക്കും പ്രതാപന് രാജുവിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ആ കുടുംബമായിട്ട് ഒത്തുപോകുമോ എന്നൊക്കെ അറിയാൻ നമുക്ക് നാളത്തെ റിവ്യൂ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.